ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഫോട്ടോ ഉൾപ്പെടെ ഉള്ളത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ടൈപ്പ് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലും ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ആടിയിട്ടുണ്ട്. നമുക്കിതുപോലെ പ്രൊജക്റ്റ് ചെയ്യാണ്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലും പോലെ പ്ലീസ് ലൈക്ക്. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലിങ്ക് ആണ്. സൈക്കിൾ താഴെ കാണുന്ന അലൈറ്റ് മോഷൻ്റെ പ്രൊജക്റ്റ് സെക്ഷൻ. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ്. അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ടാം തീയതി ബീറ്റ് മാർക്കും രണ്ടാം തീയതി എഫക്റ്റിൻ്റെ ലിങ്കും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ലിങ്കിലാണ്. ബീറ്റ് മാർക്ക് എന്ന് എഴുതിയിരിക്കുന്ന ലിങ്കിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ലിറിക്സുകൾ എഴുതി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനകത്ത് 2 ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഫോണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ ഷെയ്ഡ് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് കളർ ഫിൽ സെലക്ട് ചെയ്യുക. ഈ മുകളിൽ കൊടുക്കുന്ന 3 ഓപ്ഷനിനകത്ത് 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്കിങ്ങനെ സ്റ്റിക്ക് കാണാം. സ്റ്റിക്ക് നടുക്ക് ഇതുപോലെ തന്നെ നടുക്ക് ബ്ലാക്കും റൗണ്ടിൽ വൈറ്റും ആകുന്ന രീതി എത്തുക. അതിനുശേഷം സെയിം കളറിനെ താഴെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ബ്ലാക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. വൈറ്റിൻ്റെ സ്ഥാനത്ത് ഇഷ്ടമുള്ളൊരു കളർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിങ്ങോട്ട് റൗണ്ടിൽ പുറകിലായിട്ട് റൗണ്ടിലായിട്ട് യെല്ലോയും നടുക്ക് വൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കളർ റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റായിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോട്ടോസുകൾ PNG ഫോട്ടോ ആയിരിക്കണം. അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ടൈം ലൈൻ ആഡ് ആകുന്നതാണ്. ഇവിടെ നമുക്ക് താഴെ 3 ഓപ്ഷൻ ഉണ്ട്. 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നെറ്റ് ഓൺ ആക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് PNG ഫോട്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഫോട്ടോസുകളെല്ലാം ഈ ഫോട്ടോ തന്നെ ആയിരിക്കണം. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ തന്നെ. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. വീണ്ടും നിങ്ങളടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഫോട്ടോസുകൾ വേണം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റായിട്ട് അടുത്ത ഫോട്ടോ, ഇനി 2 ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഫോട്ടോസുകളെല്ലാം ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ സെലക്ട് കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. PNG ഫോട്ടോ ആയിട്ട് നമുക്കിത് ലഭിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് തരും പോലെ സേവ് ചെയ്യുക. ഇതുപോലെ തന്നെ എടുത്ത ശേഷം നമ്മുടെ ബീറ്റ് മാർക്കറ്റ് ലിങ്ക് ഉണ്ടല്ലോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അലൈറ്റ് മോഷനിലെ ബീറ്റ് മാർക്കറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മുടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത PNG ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്കറ്റ് എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ആർസ് ഉപയോഗിച്ച് നമുക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. അതിനുശേഷം താഴോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കുക. ഫോട്ടോ സൈസ് കുറയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ആർസ് ഉപയോഗിച്ചാണ് നമ്മൾ മൂവിങ് എഫക്റ്റ് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഫോട്ടോ കാണാൻ മേലാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. കീ സിമ്പിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം ഫോട്ടോ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച ശേഷം ലാസ്റ്റ് അതായത് ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് കുറച്ചുകൂടി മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഫോട്ടോസുകൾ പ്രിവ്യൂ കണ്ടിക്കുന്ന രീതിയിൽ ആദ്യം സ്പീഡിലും പിന്നെ സ്ലോയിലുമായിട്ട് ഇങ്ങനെ വരുന്ന കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് കൊടുക്കുക. ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോട്ടോയിൽ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളറും ടൈമും എനേബിൾ ആക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മൂവിങ് എഫക്റ്റ് ലഭിക്കുന്നതായിരിക്കും. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ കംപ്ലീറ്റ് എല്ലാ ഫോട്ടോ മുകളിൽ ലിറിക്സ് വരുന്നിടത്ത് മാത്രം കൊടുക്കുക. ഇവിടെ നമുക്ക് സെൻറ്ററിൽ വരുന്നിടത്ത് മുകളിലും താഴെ ഫോട്ടോ വരണമല്ലോ, അതിനായിട്ട് നമ്മൾ അടുത്ത ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഒരു എഫക്റ്റ് ഫസ്റ്റിലത്തെ എഫക്റ്റ് കോപ്പി എടുത്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റിലത്തെ താഴെ നിന്ന് വരുന്ന എഫക്റ്റ് ലഭിക്കുന്നതാണ്. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിലൂടെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ലിറിക്സിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ ഫോട്ടോ ടച്ച് ചെയ്തിട്ട് മാത്രം മൂവ് ചെയ്യിക്കുക. സ്റ്റാർട്ടിങ് വെച്ച ശേഷം മുകളിൽ നിന്ന് ഒരു ഫോട്ടോ വരണം, അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഫോട്ടോയിൽ നമ്മൾ കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക. നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ നിന്ന് ഈ സെക്കൻഡ് ആഡ് ചെയ്ത ഫോട്ടോയ്ക്ക് മുകളിൽ നിന്ന് വരണം, അതിനായിട്ട് മൂവ് ആണെന്ന് സെലക്ട് ചെയ്യുക. റൊട്ടേഷൻ എടുത്ത ശേഷം 180 ഡിഗ്രി കറക്റ്റായിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ മുകളിലോട്ട് കയറ്റി വെച്ച ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കേസിമ്പിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് മാറ്റിയ ശേഷം ഫോട്ടോ കാണുന്ന രീതി കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം എൻ്റെ എത്തിയ ശേഷം കുറച്ചുകൂടി ഇങ്ങനെ ടാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ മുകളിൽ നിന്ന് വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ കറക്റ്റായിട്ട് വെക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന മാത്രം ഇങ്ങനെ ചെയ്യുക, ബാക്കിയൊക്കെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനൊക്കെ എഫക്റ്റ് കൊടുക്കണം. അതിനോട് ബാക്ക് അടിച്ചിട്ട് നമ്മളുടെ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യും. ഇവിടെ ടെക്സ്റ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. ഈ 4 എഫക്റ്റും കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലല്ലേ എഡിറ്റ് ചെയ്യുന്നത്, ആ ടേബിൾ എടുത്ത ശേഷം നമ്മൾ ആടിയിരിക്കുന്ന എല്ലാ ഫോട്ടോയിലും എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് ബാക്കി എഫക്റ്റുകളൊക്കെ ആഡായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. എല്ലാ ഫോട്ടോയിലും ഈ സെയിം എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് തന്നെ കൊടുത്താൽ മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, കംപ്ലീറ്റ് ഫോട്ടോയിലും കൊടുക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്താൽ മതി. എഫക്റ്റ് എടുക്കുക, അതിനുശേഷം അത് ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുത്ത ശേഷം ഈ 4 എഫക്റ്റും കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമ്മൾ ലിറിക്സ് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ലിറിക്സ് കൊടുത്തിരിക്കുന്ന താഴേക്ക് ലിറിക്സ് കാണുന്നത് ഓരോ ലിറിക്സ് സെറ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ഇതുപോലെ കൊടുക്കുക, നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കംപ്ലീറ്റ് എല്ലാ ലിറിക്സും ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. സേവ് ചെയ്യേണ്ട മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.